എംജിആറിന്റെയും കരുണാനിധിയുടെയും ജയലളിതയുടെയും മാതൃകകൾ തമിഴ്നാടിന് അന്യമായി തുടങ്ങി. വ്യക്തി കേന്ദ്രീകൃത പ്രതിച്ഛായയ്ക്ക് പകരം പരിപാടികൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തമിഴ് ജനത പതിയെ സ്വീകരിച്ചു തുടങ്ങി. മൊത്തത്തിൽ കരുണാനിധിയുടെ മകൻ MK സ്റ്റാലിനാണ് തമിഴകത്ത് ഈ പുതിയ രാഷ്ട്രീയ പരീക്ഷണശാല തുറന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ജാതി കോയ്മ അവസാനിപ്പിച്ച് മതേതര മൂല്യങ്ങൾ വളർത്താനുള്ള ശ്രമത്തിലാണ് സ്റ്റാലിൻ. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം ഉജ്ജ്വല വിജയത്തിന്റെ ചിറകിലേറി മറീന ബീച്ചിലൂടെ സെന്റ് ജോർജ് കോട്ടയിലെ അധികാര കസേരയിലേക്ക് ദീർഘനാളത്തെ യാത്ര നടത്തുവാൻ നീങ്ങുകയാണ്. ചുറ്റും നിന്നിരുന്ന ജനാവലിയിൽ നിന്നും ഒരേ സ്വരത്തിൽ ഉയർന്നു വന്ന ഒരു പേരുണ്ട്. അത് ആധുനിക ഇന്ത്യയുടെ തന്നെ മാതൃക മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന MK സ്റ്റാലിൻ എന്ന മുത്തുവേൽ കരുണാനിധി സ്റ്റാലിന്റെ പേരായിരുന്നു. പഴയ കാവൽക്കാരായ കരുണാനിധിയുടെയും ജയലളിതയുടെയും യുഗം അവസാനിച്ചു. MK സ്റ്റാലിനെ പോലുള്ള അടുത്ത തലമുറ രാഷ്ട്രീയക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയം വിപ്ലവകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷയാവാം ജനങ്ങളുടെ ആരവത്തിന് ഇടയായത്. കരുണാനിധിയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ രാഷ്ട്രീയത്തിലോ ഭരണത്തിലോ പുതിയ ആളല്ല. തോൽക്കാത്ത അച്ഛന്റെ തോറ്റു തുടങ്ങിയ മകൻ എന്ന പേരിന് രാഷ്ട്രീയത്തിൽ ഇടം പിടിച്ച വ്യക്തിയായിരുന്നു സ്റ്റാലിൻ. സൂപ്പർ താരങ്ങളെ തലൈവരാക്കി അവർ പറയുന്നത് അക്ഷരം പ്രതി ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുന്ന തമിഴക മനോഭാവത്തിന്റെ വിഡ്ഢിത്തപരമായ കാഴ്ചപ്പാടുകളെ തിരുത്തിക്കുറിച്ചാണ് സ്റ്റാലിന്റെ ഉദയം. രാഷ്ട്രീയം എന്താണെന്നും എങ്ങനെയാവണമെന്നും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ മുഖ്യമന്ത്രി. ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന്റെ ചാമ്പ്യനായി രംഗത്തെത്തി മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന സ്റ്റാലിൻ തമിഴകത്ത് പുതിയൊരു മാതൃകയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വികസനം വളർത്തിയെടുക്കുക, യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകുക, തമിഴ് ദേശീയത ഉണർത്തിയെടുക്കുക, ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നിങ്ങനെ ധാരാളം പദ്ധതികളാണ് സ്റ്റാലിന്റെ മനസ്സിലുള്ളത്. സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി അധികാരത്തിലേറി ആദ്യ 5 മണിക്കൂറിൽ കാഴ്ചവെച്ചത് ചരിത്ര മുഹൂർത്തങ്ങളായിരുന്നു. സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ളവർക്ക് കോവിഡ് ചികിത്സ സൗജന്യമാക്കി. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പാൽ വില കുറച്ചു. BPL കാർഡുള്ളവർക്ക് കോവിഡ് ചികിത്സയ്ക്ക് 2000 രൂപ. കോവിഡ് ചികിത്സയെ തുടർന്ന് മരണപ്പെട്ട ഡോക്ടർമാരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം. ആദ്യ 5 മണിക്കൂറിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എന്ന പരിപാടിയിലൂടെ പരിഹരിച്ചത് 4 ലക്ഷം പരാതികളായിരുന്നു. അടുത്ത 10 വർഷത്തിൽ തമിഴ്നാടിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാവുന്ന പദ്ധതികളാണ് സ്റ്റാലിൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വെറും രാഷ്ട്രീയ വാക്കുകളായിരുന്നില്ല സ്റ്റാലിൻ്റേത്. ഓരോന്നും അണുവിടാതെ തന്നെ പ്രാവർത്തികമാകുന്ന ഉറച്ച നിലപാടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അമ്പലങ്ങളുടെ ഭൂമി കയ്യേറൽ കാലങ്ങളായി തമിഴ്നാട് നേരിടുന്ന വലിയ പ്രശ്നമായിരുന്നു. കയ്യേറിയ അമ്പലങ്ങൾ തിരിച്ചുപിടിച്ചു. 17,000 കോടി രൂപയുടെ വ്യാവസായിക നിക്ഷേപത്തിൽ ഒപ്പുവെച്ചത് വഴി നിരവധി തൊഴിലവസരങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത്. തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ സഹായകമാകുന്ന നടപടികളാണ് സ്റ്റാലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഹിജാബിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിരുദ്ധമായി ഹിജാബ് ധരിച്ച മുസ്ലിം സ്ത്രീകൾക്ക് അമ്പലങ്ങളിൽ കയറുവാനുള്ള അനുമതി സ്റ്റാലിൻ സർക്കാർ അനുവദിച്ചിരുന്നു. മതേതരത്വം എന്ന വാക്കിന്റെ പൂർണ്ണതയാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. മുൻപ് കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും മുസ്ലിങ്ങളോട് കാണിച്ചിട്ടുള്ള അതേ സൗഹൃദമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അടിച്ചമർത്തപ്പെട്ടവരുടെ നേതാവ് എന്ന വാക്കിന്റെ സമ്പൂർണ്ണ രൂപമാണ് MK സ്റ്റാലിൻ. അമ്പലത്തിലെ അന്നദാന ചടങ്ങിൽ നിന്നും പുറത്താക്കപ്പെട്ട ദളിത് യുവതിയായ അശ്വിനിയുടെ പ്രശ്നം ഏറ്റെടുത്തതും ദേവസ്വം മുഖ്യമന്ത്രിയായ PK ശേഖർ ബാബു ദളിതർ പുറത്താക്കപ്പെട്ട അതേ അമ്പലത്തിൽ അതേ സ്ഥാനത്ത് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതും തുടർന്ന് മുഖ്യമന്ത്രി അശ്വിനിയുടെ വീട് സന്ദർശിച്ച് അവരുടെ പ്രശ്നം പഠിച്ച് പട്ടയത്തിനും വീടിനും സ്കൂളുകൾക്കും റോഡിനും അനുമതി നൽകുകയും ചെയ്തത് ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇരുളർ വിഭാഗത്തിന്റെ അനുഭവകഥയായിരുന്നു ജയ് ഭീം എന്ന സിനിമയിലൂടെ വെളിവാക്കപ്പെട്ടത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് 100 കണക്കിന് ആദിവാസികൾക്ക് പട്ടയം അനുവദിക്കുകയും ആദിവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുകയും ചെയ്തു.
അമ്പലങ്ങളിൽ പൂജാവേളയിൽ ഉച്ചരിക്കുന്ന ഓതുവർ എന്ന ഗാനം പുരുഷന്മാർക്ക് മാത്രമേ ആലപിക്കുവാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സ്റ്റാലിൻ അധികാരത്തിലേറിയതോടെ സ്ത്രീകളെയും ഈ ഗാനം ആലപിക്കുവാൻ അനുവദിച്ച് ഉത്തരവിറങ്ങി. മാത്രമല്ല, കാലങ്ങളായി പൂജാകർമ്മങ്ങൾ ചെയ്യുവാൻ ബ്രാഹ്മണർക്ക് മാത്രം ഉണ്ടായിരുന്ന അധികാരവും എടുത്തുകളഞ്ഞു. ഒരു ഭാഗത്ത് ജാതി ആയുധമാക്കി തമ്മിലടിപ്പിക്കാനും അധികാരം നേടാനും BJP ശ്രമിക്കുമ്പോൾ, തന്നെ വിശ്വസിച്ചിരിക്കുന്ന ജനം ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലരുത് എന്ന ഉറച്ച തീരുമാനമാണ് സ്റ്റാലിനെ ഇത്തരം നടപടികൾ എടുക്കുവാൻ പ്രാപ്തനാക്കിയത്. മാറുന്ന രാഷ്ട്രീയത്തിന്റെ കരുത്തുറ്റ വക്താവാണ് സ്റ്റാലിൻ. പ്രളയകാലത്ത് ജനങ്ങളിലേക്കിറങ്ങി പ്രശ്നം പഠിച്ച് നേരിട്ട് ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും നൽകി. പ്രതിപക്ഷം തുടങ്ങിവെച്ച അമ്മ ക്യാൻറ്റീൻ പ്രവർത്തനം ഒരു കോട്ടവും വരുത്താതെ തുടരുന്നു. നിലവിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വിലക്കയറ്റം. പെട്രോൾ വില കേന്ദ്ര സർക്കാർ കുറച്ചതിന് മുന്നേ തമിഴ്നാട് കുറച്ചു. ഇത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. മാർക്കറ്റിലുള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സിമന്റ് നൽകപ്പെടുന്നു. ഇതിന് ഏറ്റവും വലിയ പരിഹാരമായി സർക്കാർ വലിമൈ സിമന്റ് എന്ന പുതിയ ബ്രാൻഡ് തന്നെ മാർക്കറ്റിലിറക്കി. പച്ചക്കറി വിപണിയിൽ നേരിട്ട വൻ പ്രതിസന്ധിയായിരുന്നു തക്കാളിയുടെ വിലയിലുള്ള പെട്ടെന്നുള്ള കുതിപ്പ്. ഇത് മറികടക്കാൻ 79 രൂപയ്ക്ക് റേഷൻ കട വഴി തക്കാളി വിതരണം ചെയ്തു. ഇത് വൻകിട വ്യാപാരികൾക്ക് തിരിച്ചടിയായത് മൂലം അടുത്ത ദിവസം തന്നെ മാർക്കറ്റിൽ 60 രൂപയായി വില കുറച്ചു. സർക്കാർ മാറി മാറി വരുമ്പോൾ പ്രതിപക്ഷത്തിന് നേരെയുള്ള അമ്പെയ്ത്തുകൾ ഒരു സ്ഥിര കാഴ്ചയാണ്. എന്നാൽ അതിൽ നിന്നും നേരെ വിപരീതമായി നല്ല പ്രതിപക്ഷമുണ്ടായാലേ ഉറച്ച ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുവാൻ സാധിക്കൂ എന്നതായിരുന്നു സ്റ്റാലിൻ ഉയർത്തിയ ആശയം. ഇതുവരെ കണ്ട രീതികളിൽ നിന്നും വിരുദ്ധമായി പ്രതിപക്ഷത്തോട് സൗഹൃദപരമായ സമീപനം സ്വീകരിച്ച് മാതൃകയാകുകയാണ് സ്റ്റാലിൻ. നല്ലത് ചെയ്യുന്നവരെ അഭിനന്ദിക്കാനും മുൻനിരയിലാണ് സ്റ്റാലിൻ. വെള്ളപ്പൊക്കത്തിൽ ജീവൻ രക്ഷിച്ച രാജേശ്വരി എന്ന പോലീസ് ഉദ്യോഗസ്ഥയെ അഭിനന്ദിക്കുന്നത് മുതൽ മോഷ്ടാക്കളെ പിടികൂടുമ്പോൾ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് 1 കോടി രൂപ വരെയാണ് സ്റ്റാലിൻ നൽകിയത്. നീറ്റ് പരീക്ഷ പേടി മൂലം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനിയെ മുൻനിർത്തി നീറ്റ് വിരുദ്ധ ഇടപെടൽ നടത്തി നീറ്റിന് എതിരെ നിയമസഭാ ബില്ല് പാസാക്കി. കോയമ്പത്തൂരിലും കരൂരിലുമായി ലൈംഗിക പീഡനത്തെ തുടർന്ന് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തപ്പോൾ എല്ലാ പെൺകുട്ടികളോടുമുള്ള സ്റ്റാലിന്റെ പ്രതികരണം, നിങ്ങൾ ജീവിച്ചു പോരാടണം, അച്ഛനെ പോലെ താൻ കൂടെയുണ്ടാകും എന്ന് ഉറപ്പായിരുന്നു. ജനാധിപത്യം എന്ന ഭരണക്രമത്തിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് സ്റ്റാലിൻ. താൻ നേരിട്ട ഓരോ പരാജയത്തിലും അടിമതറാതെ തമിഴ് ജനതയെ മുന്നോട്ട് നയിക്കാൻ ജനങ്ങളിലേക്കിറങ്ങിയ സ്റ്റാലിനെ വിളിക്കേണ്ടത് ക്യാപ്റ്റൻ എന്നാണ്. ഇന്ത്യ എന്ന രാജ്യം ആഗ്രഹിക്കുന്ന നേതാവ്, ഇതാവണം നേതാവ്, ഇങ്ങനെയാവണം നേതാവ്. ഇന്ത്യയുടെ മികച്ച മുഖ്യമന്ത്രിമാരിൽ മുൻനിരയിലെത്തിയ പേര്, അതാണ് MK സ്റ്റാലിൻ.